ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഫാറൂഖ് പരേടത്ത്. നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റെക്കോർഡിംഗ് ആയിരുന്നു, അഥവാ ജേണൽ. ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതെങ്ങനെ ജേണലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ ഈ ക്ലാസ്സും. ഈ ക്ലാസ് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇത് ക്ലാസിഫയിങ് അഥവാ ലെഡ്ജർ ക്രിയേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു ജേണൽ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ആ ജേണൽ എൻട്രിയിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതുന്നു. ആ എഴുതുന്നതിന് നമ്മൾ പോസ്റ്റിംഗ് എന്നാണ് പറയുക. അപ്പോ എങ്ങനെ ഒരു ജേണൽ എൻട്രിയിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ ലെഡ്ജർ ചെയ്യുന്നത്? നമ്മൾ ഒരു ട്രാൻസാക്ഷൻ, ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരുപാട് ട്രാൻസാക്ഷനുകൾ നമ്മുടെ ബിസിനസ്സിൽ നടക്കും. ക്യാഷ് പോയതുണ്ടാവും, ക്യാഷ് വന്നതുണ്ടാവും, പർച്ചേസ് ചെയ്തതുണ്ടാവും, സെയിൽസ് ചെയ്തതുണ്ടാവും, നമ്മുടെ സാലറി കൊടുത്തതുണ്ടാവും, കമ്മീഷൻ കിട്ടിയതുണ്ടാവും, കമ്മീഷൻ കൊടുത്തതുണ്ടാവും. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷനുകൾ ഒരു മാസം നമ്മുടെ ബിസിനസ്സിൽ നടക്കും. നമ്മുടെ ബോസ് വന്നു കണ്ട് പറയാണ്, ഈ മാസം എത്ര സെയിൽസ് നടന്നു, അല്ലെങ്കിൽ ഈ മാസം എത്ര പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ക്യാഷ് ബാലൻസ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ ജേണൽ നോക്കി അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജേണലിൽ നിന്ന് ക്യാഷ് ലെഡ്ജറിലേക്കും, അതുപോലെ പർച്ചേസ് ലെഡ്ജറിലേക്കും, സെയിൽസിന്റെ ലെഡ്ജറിലേക്കും നമ്മൾ മാറ്റി എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ലെഡ്ജർ, അതായത് പോസ്റ്റിംഗ്. ഈ ലെഡ്ജർ ഞാൻ ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരു ഫ്രൂട്ട്സിന്റെ തോട്ടം, അതിന്റെ തൊട്ടടുത്ത് നമുക്ക് അതിന്റെ ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ പഴുത്ത് പാകമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗോഡൗണിൽ നിന്ന് ഒരു ഗുഡ്സ് ഓട്ടോ, നമ്മുടെ നാട്ടിൽ കൊട്ടവണ്ടി എന്നൊക്കെ പറയും, കൊട്ടവണ്ടിയുമായിട്ട് നമ്മൾ തോട്ടത്തിലേക്ക് പോവുകയാണ്. തോട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ചിന്റെ മരം കാണുന്നു. അവിടെ പഴുത്ത ഓറഞ്ച് നമ്മൾ പറിച്ച് ഈ വാഹനത്തിലേക്ക് ഇടുന്നു. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് മുസംബിയുടെ ഒരു മരമുണ്ട്. അവിടെ നിന്ന് മുസംബി പാകമായ പഴുത്ത മുസംബിയും നമ്മൾ വാഹനത്തിലേക്ക് പറിച്ചിടുന്നു. അതുപോലെ അതിന്റെ തൊട്ടടുത്ത് ആപ്പിളിന്റെ മരമുണ്ട്. ആപ്പിളിന്റെ മരത്തിൽ നിന്നും പഴുത്ത ആപ്പിളുകൾ നമ്മൾ പറിച്ച് ഈ വാഹനത്തിലേക്ക് ഇടുന്നു. തൊട്ടടുത്ത് പേരക്കയുടെ മരമുണ്ട്. അതിൽ നിന്ന് പഴുത്ത പേരക്ക പറിച്ച് നമ്മൾ വാഹനത്തിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് സപ്പോട്ടയുടെ മരമുണ്ട്. പഴുത്ത സപ്പോട്ട നമ്മൾ പറിച്ച് ഈ വാഹനത്തിലേക്ക് ഇടുന്നു. തൊട്ടടുത്തൊരു മാമ്പഴമുണ്ട്, മാവുണ്ട്, അതിൽ പഴുത്ത മാമ്പഴങ്ങളുണ്ട്, അത് പറിച്ച് നമ്മൾ വണ്ടിയിലേക്ക് ഇടുന്നു. ഇതെല്ലാം കൂടി കൂട്ടി കലർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോഡൗണിലേക്ക് പോകുന്നു. ഈ വാഹനം ഗോഡൗണിലേക്ക് പോകുന്നു. ഗോഡൗണിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതില് എത്ര മാമ്പഴം ഉണ്ട്, എത്ര ആപ്പിൾ ഉണ്ട്, എത്ര മുസംബി ഉണ്ട്, എത്ര ഓറഞ്ച് ഉണ്ട് എന്ന് നമുക്ക് ആ സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാഹനം നമ്മൾ ഗോഡൗണിലേക്ക് പോയിട്ട് നമ്മൾ സാധനം ഇറക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്പിളിന്റെ ബോക്സിൽ ആപ്പിളും, ഓറഞ്ചിന്റെ ബോക്സിൽ ഓറഞ്ചും, മുസംബിയുടെ ബോക്സിൽ മുസംബിയും, അതുപോലെ പേരക്കയുടെ ബോക്സിൽ പേരക്കയും, മാമ്പഴത്തിന്റെ ബോക്സിൽ മാമ്പഴവും, സപ്പോട്ടയുടെ ബോക്സിൽ സപ്പോട്ടയും, ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നു. ഇത് തന്നെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. നമ്മൾ ക്യാഷിനെ ക്യാഷും, പിന്നെ അതേപോലെ പർച്ചേസ് ലെഡ്ജറിലേക്കും, സെയിൽസ് ലെഡ്ജറിലേക്കും മാറ്റുന്നതിന് ഏതിൽ നിന്ന്? ജേണലിൽ നിന്ന്. ഇതിൽ നിന്ന് സെയിൽസിലേക്കും പർച്ചേസിലേക്കും ക്യാഷിന്റെ ലെഡ്ജറിലേക്കൊക്കെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് ലെഡ്ജർ ഞാൻ എന്താ ഈ 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ കാരണം ഇത് നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് അത്രക്കാണ് മനസ്സിലാകാൻ സാധ്യതയില്ല എന്നതുകൊണ്ടാണ് എന്താണ് ലെഡ്ജർ എന്നും ഈ ലെഡ്ജർ കൊണ്ട് എന്താണ് ഉപകാരമെന്നും പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്കറിയാം ഈ രൂപത്തില് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നതിനെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ജേണലിൽ നിന്ന് എങ്ങനെ പോസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മുടെ ജേണൽ എൻട്രി കഴിഞ്ഞതിന് ശേഷം ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു റെക്കോർഡിംഗ് ആണ്. നമ്മുടെ അക്കൗണ്ട്സിലെ റെക്കോർഡിങ്ങിന്റെ ടൂളാണ് ജേണൽ. ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫൈയിങ്, തരംതിരിക്കുക. അതിനുപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. ഈ ലെഡ്ജർ കഴിഞ്ഞാൽ നമുക്ക് സമ്മറൈസിങ് ഉണ്ട്, അതായത് ട്രയൽ ബാലൻസ്. അത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്. ഇതിങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ലെഡ്ജർ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി നമ്മുടെ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെ എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയും. അപ്പൊ ഈ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.